എല്ലാവർക്കും നമസ്കാരം. പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ട്രെയിനിയായി ബേക്കിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ട്രെയിനീസിനെ ആദ്യം ഏൽപ്പിക്കുന്ന വർക്കുകളിൽ ഒന്നായിരുന്നു ഈ സ്പഞ്ച് അടിക്കുക എന്നുള്ളത്. അന്നത്തെ കാലത്ത് സ്പഞ്ചിൽ ഇന്ന് നമ്മൾ ചേർക്കുന്നത് പോലുള്ള ജെല്ലുകളൊന്നും കണ്ടെത്തിയിട്ടൊന്നുമില്ലായിരുന്നു. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാലും മുട്ടയും പഞ്ചസാരയും മൈദയും ഒക്കെ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ ചേർത്തുണ്ടാക്കുന്ന സ്പഞ്ച് റെഡി ആകണമെങ്കിൽ അതുപോലെ ശ്രദ്ധയും ക്ഷമയും ഒക്കെ വേണമായിരുന്നു. ഷിപ്പിൽ ചെന്നപ്പോൾ അവിടെ യൂറോപ്യൻ ഷെഫ്മാർ വളരെ എളുപ്പത്തിൽ പ്രീമിക്സുകൾ ചേർത്ത് അടിപൊളി സ്പഞ്ചുകൾ തയ്യാറാക്കുന്നത് കണ്ടുവന്നിട്ടുണ്ട്. ഞാനൊക്കെ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി തന്നെ ചെയ്യുന്നത് അവർ വളരെ കൂളായി ചെയ്യുന്നത് കണ്ടപ്പോൾ ആശ്ചര്യമൊക്കെ തോന്നാതിരുന്നില്ല. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പലതരത്തിലുള്ള സ്പഞ്ചുകളുടെയും ഒരുപാട് റെസിപ്പികൾ കണ്ടെത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി ഞാൻ സ്പഞ്ചുകളിൽ പ്രീമിക്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്കും വളരെ കൂളായി സ്പഞ്ചുകളൊക്കെ തയ്യാറാക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിൽസ്ബറിയുടെ ചോക്ലേറ്റ് സ്പഞ്ച് മിക്സുകൾ കൊണ്ട് തയ്യാറാക്കുന്ന സ്പഞ്ചുകളാണ്. എങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആർക്കും തയ്യാറാക്കിയാലും സംഭവം സക്സസ് ആകുന്ന പ്രീമിക്സുകളാണ് ഇതെല്ലാം. ഏത് റെസിപ്പി മാറി നിൽക്കുന്ന രീതിയിൽ ഇതിൽ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനും നമുക്ക് കഴിയും. പ്രീമിക്സ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത്തരം റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പേജുകൾ ഫോളോ ചെയ്യുവാനും ഓർക്കുമല്ലോ. ആഴ്ചയിൽ 3-4 റെസിപ്പികളാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കുന്നത്. ഇനി ബേക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. എല്ലാവരിലേക്കും സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ഷെഫ് എമിൽ ഫിലിപ്പ്.